തെളിഞ്ഞ ആകാശമുള്ള രാത്രിയിൽ ചിലപ്പോൾ ആകാശത്തേക്ക് നോക്കിയാൽ ഒരുപാട് നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ അവയിൽ ചിലത് മുന്നോട്ട് നീങ്ങുന്നതായി കാണാം. വാൽനക്ഷത്രങ്ങൾ കാണുമ്പോൾ ഏതെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ചാൽ നടക്കുമെന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. പക്ഷെ ഇത്തരം വസ്തുക്കൾ ചിലപ്പോൾ ഭാഗ്യത്തിന് പകരം ഭൂമിയുടെ മുഖച്ഛായ തന്നെയായിരിക്കും മാറ്റുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വെൽക്കം ടു മോഷൻ ബുക്സ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. വാൽനക്ഷത്രം, ഉൽക്ക എന്നൊക്കെ പറയുന്ന ഇവ ഭൂമിയിലേക്ക് എത്തുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. വലുപ്പത്തിനെ ആശ്രയിച്ചിരിക്കും ഇവ ഭൂമിയിൽ എത്തുമോ ഇല്ലയോ എന്നത്. വലുപ്പത്തിനനുസരിച്ച് ഇവയെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഡയമീറ്റർ 30 മീറ്റർ താഴെയാണെങ്കിൽ മീറ്റിയറോയിഡ് എന്നും 30 മീറ്റർ കൂടുതലാണെങ്കിൽ ആസ്ട്രോയിഡ് എന്നും പറയും. ഇവ ധാരാളമായി ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കാറുണ്ട്. ഏകദേശം 15,000 ടണ്ണോളം ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കാറുണ്ട്. ഏകദേശം 50 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് ഇവ ഭൂമിയിലേക്ക് കടക്കുന്നത്. എന്നാൽ എയർ ഫ്രിക്ഷൻ കാരണം ഇവയുടെ വേഗത കുറഞ്ഞു വരും. ഭൂമിക്ക് കുത്തനെ വരുന്ന ഇവ പതിയെ സ്പീഡ് കുറഞ്ഞ് തിരശ്ചീനമായി നീങ്ങുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോയിലും മറ്റും ഇവ ഭൗമോപരിതലത്തിന് നേരെ മുകളിലൂടെ നീങ്ങുന്നതായി തോന്നുന്നത്. എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും ഭൂമിയിൽ വന്ന് ഇടിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. കാരണം അതിവേഗം സഞ്ചരിക്കുന്നവയെ അന്തരീക്ഷം ഇല്ലാതാക്കുകയാണ്. അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തടസ്സം മൂലം ചൂട് പിടിച്ച ഇത് ഒരു തീഗോളം പോലെ ആകുന്നു. അങ്ങനെ ഉയർന്ന ഊഷ്മാവിൽ ബാഷ്പീകരിച്ചു പോവുകയും ചെയ്യുന്നു. പക്ഷെ എല്ലാ ഉൽക്കകളുടെയും കാര്യം ഇങ്ങനെ ആയിരിക്കില്ല. അന്തരീക്ഷത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചു പോകുന്നവയെ മീറ്റിയർ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഭൗമോപരിതലത്തിൽ വന്ന ഇടിക്കുന്നവയും ഉണ്ട്. ഇവയെ മീറ്റിയോറൈറ്റ് എന്ന് വിളിക്കും. ഇത് ഇവയുടെ വലിപ്പം, ഘടന എന്നിവയെ ആശ്രയിച്ചിരിക്കും. വലിയ ഉൽക്കകൾ ഭൂമിയിൽ വന്ന് കൂട്ടിയിടിക്കുമ്പോൾ അതിന്റെ ഫലമായി വലിയ ക്രേറ്റർ അഥവാ കുഴികൾ ഉണ്ടാകും. ശക്തമായ തീജ്വാലകളും അതുപോലെ തന്നെ ഭൂമി കുലുക്കം, സുനാമി അങ്ങനെ വിനാശകാരികളായ പല കാര്യങ്ങളും ഇതിന്റെ ഫലമായി സംഭവിക്കാറുണ്ട്. ഒരു വലിയ ഉൽക്ക ഇങ്ങനെ ഭൂമിയിൽ വന്നിടിക്കുമ്പോൾ ഭയങ്കര വലിയ സ്ഫോടനം ഉണ്ടാകും. ഇതിലൂടെ അതിശക്തമായ ആയിരക്കണക്കിന് ന്യൂക്ലിയർ ബോംബുകൾ പൊട്ടുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വളരെയധികം എനർജിയാണ് റിലീസ് ആവുന്നത്. ചിലപ്പോൾ ഇത്തരത്തിലുള്ളവ അന്തരീക്ഷവുമായുള്ള ഘർഷണം മൂലം പല കഷ്ണങ്ങളായി മാറും. അപ്പോൾ ഇവ നമുക്ക് തീമഴയോ മീറ്റിയർ ഷവറോ ഒക്കെ കാണാൻ സാധിക്കും. ചില സാഹചര്യത്തിൽ ഒരുപാട് മീറ്റർ ഒന്നിച്ച് ഒരേ സമയം അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോഴും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാവുന്നതാണ്. ആസ്ട്രോയിഡ്, മെറ്റീരിയോയിഡ് ഇതൊക്കെ ഒന്നുകിൽ പാറകളോ അല്ലെങ്കിൽ ലോഹങ്ങളോ അതുമല്ലെങ്കിൽ രണ്ടും ചേർന്നതോ ഒക്കെ ആകാം. മെറ്റീരിയോയിഡ് വളരെ ചെറിയ വസ്തുക്കളാണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ആസ്ട്രോയിഡ്സിൽ ചിലപ്പോൾ 1000 കിലോമീറ്റർ വരെ വ്യാസമുള്ളവ ഉണ്ടായിരിക്കാം. പലപ്പോഴും സിനിമകളിലും മറ്റും കാണാറുള്ള വലിയ പാറക്കഷ്ണങ്ങൾ പോലുള്ളവ ഇത്തരത്തിൽ പെടും. എന്നാൽ ഘടനയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. കൊമറ്റ്സ് എന്നാണ് ഇവയെ പറയുന്നത്. ഇവയും സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്ന മറ്റൊരു ആകാശഗോളമാണ്. ഐസും പല വാതകങ്ങളും പൊടിയും കൂടി ചേർന്ന ഘടനയാണ് കൊമറ്റ്സിന്റേത്. ചിലപ്പോഴൊക്കെ സൂര്യനിൽ നിന്നും വളരെ അകലെ തണുത്തുറഞ്ഞിരിക്കുന്ന ഇവ സൂര്യന് അടുത്തെത്തുമ്പോൾ ഇവയിലെ ഐസായ ഭാഗം ചൂടായി ബാഷ്പീകരിക്കുന്നതിനാൽ പലപ്പോഴും അത് കോമറ്റ്സിന് ഒരു വാല് നൽകാറുണ്ട്. ചിലപ്പോഴൊക്കെ ഇത് കോമറ്റ്സിന് ചുറ്റും ഒരു പ്രകാശവലയം സൃഷ്ടിക്കാറുണ്ട്. ഇവയെല്ലാം സൂര്യന് ചുറ്റുമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇവയുടെ പാത വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കോമറ്റ്സിന്റെ ഓർബിറ്റ് വളരെ വലുതാണ്. ഒരു പ്രാവശ്യം സൂര്യന് ചുറ്റും കറങ്ങാൻ തന്നെ വളരെയധികം വർഷങ്ങൾ തന്നെ എടുക്കും. ചില കോമറ്റ്സ് ചിലപ്പോൾ സോളാർ സിസ്റ്റത്തിന് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ചിലതൊക്കെ സൂര്യന് ചുറ്റും കൃത്യമായ ഇടവേളകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പലതും സൗരയുഗത്തിലെ ഏറ്റവും പഴക്കമുള്ള വസ്തുക്കളാണ്. ചരിത്രത്തിലും സംസ്കാരത്തിലും ഇവയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പലപ്പോഴും ഭാഗ്യവുമായി കൂട്ടിയിണക്കി വാൽനക്ഷത്രങ്ങളെ അവതരിപ്പിക്കാറുണ്ട്. ചില വിശ്വാസങ്ങളിൽ വാൽനക്ഷത്രങ്ങൾ കാണുന്നത് വളരെ നിർഭാഗ്യകരമായാണ് കണക്കാക്കിയിരുന്നത്. അരിസ്റ്റോട്ടലിന്റെ അഭിപ്രായത്തിൽ വാൽനക്ഷത്രങ്ങൾ ഭൂമിയുടെയോ നക്ഷത്രത്തിന്റെയോ ഒക്കെ നിശ്വാസങ്ങളായിരുന്നു. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ ഡാനിഷ് അസ്ട്രോണോമർ ടൈച്ചോ ബ്രാഹെ ഇവയിലേക്കുള്ള ദൂരം അളക്കാൻ ശ്രമിച്ചപ്പോൾ പലതും വളരെ ദൂരെയാണ് എന്നൊരു നിരീക്ഷണത്തിലെത്തി. പിന്നീട് വന്ന കെപ്ലർക്കും ഇവയുടെ സഞ്ചാരപാതയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ നൽകാനായില്ല. വാൽനക്ഷത്രങ്ങളുടെ പീരിയോഡിക് അപ്പിയറൻസിനെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായ അറിവ് നൽകാനായത് ഇംഗ്ലീഷ് അസ്ട്രോണോമറായ എഡ്മണ്ട് ഹാലിക്കാണ്. ഐസക് ന്യൂട്ടന്റെ ചില മെത്തഡുകൾ ഉപയോഗിച്ച് അന്ന് അറിവുണ്ടായിരുന്ന ചില വാൽനക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുകയായിരുന്ന അദ്ദേഹം മറ്റൊരു നിരീക്ഷണം നടത്തുകയുണ്ടായി. 1531, 1607, പിന്നെ 1682 എന്നീ വർഷങ്ങളിൽ ഒരു കോമറ്റ് കാണുകയുണ്ടായി. ആദ്യം വിചാരിച്ചത് ഇത് എല്ലാം പലതായിരിക്കുമെന്നാണ്. എന്നാൽ അദ്ദേഹം ചോദിച്ച മറ്റൊരു കാര്യം ഇവയെല്ലാം കൃത്യമായ ഇടവേളകളിൽ, അതായത് 76 വർഷം കൂടുമ്പോൾ കാണുന്നതെന്നാണ്. അദ്ദേഹം അന്ന് ഒരു പ്രവചനം നടത്തി. ഇതെല്ലാം ഒറ്റ വസ്തുവാണെന്നും ഇത് വീണ്ടും 1758 പ്രത്യക്ഷപ്പെടുമെന്നും. അദ്ദേഹത്തിന് ഇത് കാണുവാനുള്ള ഭാഗ്യമില്ലായിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞതുപോലെ കൃത്യമായി സംഭവിച്ചു. 1758 ഒരു ക്രിസ്മസ് ദിനത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട ഇത് 1759 മാർച്ച് 13 സൂര്യന് ഏറ്റവും അടുത്തെത്തി. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഈ കോമറ്റിനെ ഹാലിസ് കോമറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി 2061 ഇത് വീണ്ടും തിരിച്ചു വരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത്തരത്തിൽ ആവർത്തിച്ച് കാണുന്ന മറ്റൊരു കോമറ്റാണ് എൻകെസ് കോമറ്റ്. ഇത് ആദ്യമായി കണ്ടെത്തിയത് പിയറി മെച്ചൈൻ ആണെങ്കിലും ഇതിന്റെ പീരിയോഡിസിറ്റി ആദ്യമേ മനസ്സിലാക്കിയത് യോഹാൻ ഫ്രാൻസ് എൻകെയാണ്. ഇതുവരെ കണ്ടെത്തിയതിൽ സൂര്യനെ ഏറ്റവും അടുത്ത് ഓർബിറ്റ് ചെയ്യുന്ന കോമറ്റ് ഇതാണ്. 3.3 വർഷമാണ് ഇതിന്റെ ഓർബിറ്റ് ലഭിക്കുക. ഇതുപോലെ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വാൽനക്ഷത്രമാണ് കോമറ്റ് ഹൈക്കുറ്റൻ.
1996 പ്രത്യക്ഷപ്പെട്ട ഈ കോമറ്റ് ഏകദേശം 3 മാസത്തോളം നമുക്ക് നേരിട്ട് കാണാമായിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ കണ്ടെത്തിയതിൽ ഏറ്റവും തിളക്കമുള്ള വാൽനക്ഷത്രവും ഇത് തന്നെയാണ്. ഏകദേശം 17,000 വർഷമാണ് ഇതിന്റെ ഓർബിറ്റൽ പീരീഡ്. പക്ഷെ ഇതെല്ലാം ഭൂമിയെ സംബന്ധിച്ച് അത്ര അപകടകാരികളല്ലെങ്കിലും 1992 ഭൂമിക്ക് വളരെ അടുത്തുകൂടി കടന്നുപോയ കോമറ്റ് സ്വിഫ്റ്റ് ടർട്ടിൽ ഭൂമിക്ക് അപകടം വരുത്താവുന്ന ഒന്നാണ്. 133 വർഷം ഓർബിറ്റൽ പീരീഡുള്ള ഈ കോമറ്റ് 2126 ഒരു പക്ഷേ ഭൂമിയിൽ വന്നിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. 26 കിലോമീറ്ററോളം വ്യാസം കണക്കാക്കിയിട്ടുള്ള ഈ വസ്തു ഭൂമിയിൽ വന്നിടിച്ചാൽ ഒരുപക്ഷെ ജീവജാലങ്ങൾക്കും തന്നെ അത് ഭീഷണിയാവും. ഭൂമിയുടെ ചരിത്രത്തിൽ ഇതുപോലെ അതിവിനാശകാരികളായ ഉൽക്കാപതനങ്ങൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. ഇതുമൂലം വലിയ വംശനാശങ്ങൾ തന്നെ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഈ വസ്തുക്കളെല്ലാം എവിടെ നിന്ന് വരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് മറ്റൊരു എപ്പിസോഡ് നമുക്ക് ചർച്ച ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേറെയും വാൽനക്ഷത്രങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.